കാണിച്ചിട്ട് എന്താ കാര്യം? വളരെ ഭിക്ഷ കൊടുക്കുന്നവരായിരുന്നു, വളരെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു പരീശന്മാര്, ഉപവസിക്കുന്നവരായിരുന്നു. പക്ഷെ ഈ നീതിപ്രവർത്തികളെല്ലാം പള്ളിയിലും തെരുക്കോണുകളിലും മാത്രമേ ഉള്ളൂ. രഹസ്യത്തിലും വീട്ടിലും കുടുംബത്തിലും ഇതില്ല. നല്ല ആത്മീകന്റെ ഇമേജാ. ഈ ഉപവാസത്തെ കുറിച്ച് മത്തായി 6-ാം അധ്യായത്തിൽ പറയുന്നത് അവ മുഖം വിരൂപമാക്കുന്നു. എന്ത് ഈ മുഖം വിരൂപമാക്കുന്നത്? ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ചാരത്തിലും പൊടിയിലും കിടന്ന് ഇയ്യോബ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട ഇയ്യോബ് ആ പൊടിയിൽ കിടന്ന് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി. എന്നാൽ ഈ പരീശന്മാര് ആ പൊടിയിൽ നിന്ന് കുറച്ച് പൊടി അങ്ങോട്ട് എടുത്ത് മുഖത്ത് തേച്ച് ചാരമൊക്കെ ഇട്ടിട്ട് തെരുക്കോണിലുകളും ഈ പള്ളിയിലൊക്കെ വന്ന് നിൽക്കുക. കാണുന്നവർ ചോദിക്കും, എന്താ ഒരു നിരാശ മുഖം? അപ്പൊ പറയും, ഉപവാസമാ. കഴിഞ്ഞ ആഴ്ചയിലും ഉപവാസമായിരുന്നു, അതിന്റെ അപ്പുറത്തെ ആഴ്ചയിലും ഉപവാസമായിരുന്നു. ചാരം മുഖത്തുണ്ടെന്നേ ഉള്ളൂ. ഉപവാസത്തിൽ വരേണ്ട, ഹൃദയത്തിന്റെ അകത്ത് വരേണ്ട ദുഃഖമില്ലാത്ത ഉപവാസം. അകത്ത് യഥാർത്ഥമായി വരേണ്ടത് എന്താണ്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ദുഃഖമായിരിക്കണം ഉപവസിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ വരേണ്ടത്. എന്തിനോടുള്ള ദുഃഖം? കുഞ്ഞുങ്ങൾ പാസ്സായില്ല എന്നുള്ള ദുഃഖമല്ല, കുഞ്ഞുങ്ങളുടെ പേപ്പർ നീങ്ങുന്നില്ല എന്നുള്ള ദുഃഖവുമല്ല, എന്റെ കുഞ്ഞ് ഗൾഫിന് പോകാൻ കഴിയാതിരിക്കുന്നു എന്നുള്ള ദുഃഖവുമല്ല, എന്റെ കുഞ്ഞിന് ഒരു കുഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖവുമല്ല. എന്തിനുള്ള ദുഃഖം? അയ്യോ, യേശു ക്രിസ്തുവിന്റെ നീതി പോലെ എനിക്ക് നീതിയോടെ നടക്കാൻ കഴിയുന്നില്ല, ഐ കനോട്ട് ലിവ് ലൈക്ക് ജീസസ് എന്നുള്ള ആത്മീകമായിരിക്കുന്ന പാപത്തോടുള്ള ദുഃഖം നമ്മുടെ ഉള്ളിൽ വരുന്നതല്ലേ യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത്. അതല്ലാതെ ഉപവസിക്കുന്നു എന്ന് കാണിച്ചിട്ട് എന്താ കാര്യം? വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ അവരെ കൊടുത്തിരിക്കുന്നത് അവർ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയും, ഇന്നത്തെ യോഗത്തിന് വേണ്ടി സഹോദരിമാരും സഹോദരന്മാരും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സഹോദരിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടത്തില്ല. അതിനു മുമ്പ് ഈ സഹോദരി പ്രാർത്ഥിച്ചു കളയും. പലർക്കും ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന്, പക്ഷെ ഈ അമ്മാമ ഒരിക്കലും സമ്മതിക്കത്തില്ല, ഈ അച്ഛൻ ഒരിക്കലും സമ്മതിക്കത്തില്ല പ്രാർത്ഥിക്കാൻ വളരെ ഇഷ്ടമുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യന് വിളങ്ങേണ്ടതിന് വേണ്ടി, ടു ഷോ ദ ഇമേജുകളെല്ലാം മാറ്റി യഥാർത്ഥ ഒരു ആത്മീകനായി തീരുവാൻ, മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രേരിപ്പിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്ക്. എന്റെ വെളിയിലുള്ള ഇമേജുകളെല്ലാം നീക്കി അവിടുത്തെ വചനം എന്റെ ഉള്ളിൽ അവിടുന്ന് ഇറങ്ങി ക്രിയ ചെയ്യുമാറാകണമേ. എങ്ങനെയുള്ള ഉപവാസമാ വേണ്ടത്? അല്ലെങ്കിൽ സഭയായി പ്രഖ്യാപിക്കുമ്പോൾ ഉപവാസം എന്നാൽ ഇരുന്നു കൊള്ളാം എന്നുള്ളതല്ല. യഥാർത്ഥമായിരിക്കുന്ന ഒരു ദുഃഖം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. മണവാളൻ കൂടില്ലല്ലോ, മണവാളൻ കൂടെ വരുന്ന സമയം വരെ ആ മണവാളനെ കാത്ത്, ആ മണവാളന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കാന്തയെ പോലെ അതിന് വിശുദ്ധമായി തീരുവാൻ നമ്മളെ തന്നെ കഴുകി വചനത്താലുള്ള കഴുകലുള്ളിൽ സംഭവിച്ച് യഥാർത്ഥ മാനസാന്തരപ്പെടുന്ന ഒരു ദുഃഖം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ.